പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിയായ കെ മണികണ്ഠൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എന്ന വാർത്തയാണ് അരുൺ പാറയ്ക്കൽ അറിയിക്കുന്നത്. അരുൺ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ കൊലപാതക കേസിൽ പ്രതിപട്ടികയിൽ നിലനിൽക്കുന്നതിനാലാണല്ലോ രാജി. ഒപ്പം തന്നെ ഈ ബ്ലോക്ക് മെമ്പർ സ്ഥാനവും രാജിവെച്ചിട്ടുണ്ടോ കെ മണികണ്ഠൻ? ക്രിസ്റ്റീന, ഇന്നലെയാണ് ഈ രാജി ഉണ്ടായത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ വിവരം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ തന്നെ പുറത്തുവിട്ടത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 14ാം പ്രതിയാണ് ഈ കെ മണികണ്ഠൻ. അദ്ദേഹം ഗൂഢാലോചന കേസിൽ ഉൾപ്പെടെ പ്രതിയാണ്. ഈ കൊച്ചി CBI കോടതി കേസ് പരിഗണിച്ച് വിധി പറയുന്ന ഘട്ടത്തിൽ മണികണ്ഠൻ ഉൾപ്പെടെ 4 CPIM നേതാക്കൾക്ക് 5 വർഷം കഠിന തടവിന് ശിക്ഷ വിധിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അവർ ഹൈക്കോടതിയെ സമീപിക്കുകയും 4 CPIM നേതാക്കളുടെ ശിക്ഷ മരവിപ്പിക്കുകയും അവരെ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ കല്യോട്ട് അംഗം കൂടിയായ MK ബാബുരാജ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. മണികണ്ഠനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി നൽകിയത്. ആ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഹർജി പരിഗണിക്കുകയും ചെയ്തു. പിന്നീട് ഇത് വിധി പറയുന്നതിന് വേണ്ടി ഈ മാസം അവസാനത്തേക്ക് മാറ്റുകയായിരുന്നു. ഇതിനിടയിൽ മണികണ്ഠനും CPIM സുപ്രീം കോടതിയെ ഉൾപ്പെടെ സമീപിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധി പറയട്ടെ എന്നൊരു നിലപാടിലേക്ക് സുപ്രീം കോടതി പോയി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മണികണ്ഠൻ രാജിവെച്ചിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ ഈ രാജി വേണ്ട എന്ന് പാർട്ടി നിർദ്ദേശിച്ചിരുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം രാജിവെക്കാൻ തയ്യാറായതെന്നാണ് മണികണ്ഠൻ്റെ വിശദീകരണം. എന്തായാലും രാജി അനിവാര്യമാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതികരിച്ചു. ഇപ്പോൾ ഇതാ രാജി ഉണ്ടായിരിക്കുന്നു. ഈ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനവും അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.